ചെയ്യാൻ പോകുന്ന ഐറ്റം തനി നാടൻ ചിക്കൻ ഫ്രൈ ആണ്. വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന നാടൻ ചിക്കൻ ഫ്രൈ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് എണ്ണ മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കാണ് സ്വാദ് കൂടുതൽ. ഒരു 150 ml വെളിച്ചെണ്ണയുടെ ആവശ്യമേ 1 കിലോ ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ കൂടുതൽ എണ്ണ ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനാണെങ്കിൽ കുറച്ച് 150 ml എണ്ണ 1 കിലോ ചിക്കന് മതി. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇപ്പോൾ നാടൻ രീതിയിൽ കോഴിയിറച്ചി വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിറകടുപ്പ് കത്തിക്കുകയാണ്. ഞാനിവിടെ ചൂട്ട് ഉപയോഗിച്ചിട്ടാണ് തീ കത്തിക്കുന്നത്. ചെറിയ ചെറിയ പ്ലാവിൻ്റെ വിറകൊക്കെ എടുത്തിട്ടുണ്ട്. ചുള്ളിക്കമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് വേഗം തീ പിടിക്കാൻ. കുറച്ച് തീ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല വിറക് കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒരുവിധം പിടിച്ചപ്പോൾ ഞാൻ ഉരുളി അടുപ്പത്ത് വയ്ക്കുകയാണ്. ഉരുളി നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഒരു 150 ml അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് വെളിച്ചെണ്ണ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. തീ നന്നായിട്ട് ഇരിച്ചു കൊടുക്കാം. ഒരു കിലോ ചിക്കനും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചുവന്നുള്ളി, കറിവേപ്പില, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഒരു 250 ഗ്രാം ചുവന്നുള്ളി പൊളിച്ച് രണ്ടായിട്ട് കീറിയെടുത്തത് ഇട്ട് കൊടുക്കണം. അതിലേക്കൊരു 4 കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഉള്ളി ബ്രൗൺ കളറൊന്നും ആവണ്ട. നന്നായിട്ട് തീയരിച്ച് കൊടുക്കുക. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 6 ടീസ്പൂൺ നിറയെ മുളക് പൊടി, കാശ്മീരി 1 കിലോ കാശ്മീരി ചില്ലിയും 1/2 കിലോ വറ്റൽമുളകും ചേർത്ത് പൊടിച്ച മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് മുളക് പൊടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി മുളക് പൊടി നന്നായിട്ട് ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കത്തക്ക പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്കൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി അതിട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട ശേഷം അതും നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, എണ്ണ ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊരു മസാല ആയിട്ടുണ്ട്. ഇനി അതൊരു നല്ല അടച്ച് വേവിക്കണം. എനിക്ക് ഒരു ചെറിയ ഇഡലി പാത്രത്തിൻ്റെ അടപ്പാണ് കിട്ടിയത്. അത് വെച്ചിട്ടാണ് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തീയരിച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് സമയത്തേക്ക് നമ്മൾ ഈ ചിക്കൻ അടച്ച് വെച്ച് വേവിക്കണം. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ നാടൻ ചിക്കൻ ആണെങ്കിൽ കുറച്ചുകൂടി സമയം വേണ്ടി വരും. ഞാൻ ഇത്രയും സമയത്തേക്ക് തീയരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ പിടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് വികൃതികളൊക്കെ കാണിച്ച് അവിടെ ഇരുന്ന് തീയരിച്ചോളും. ഇടയ്ക്ക് നമ്മൾ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന്
ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളതുകൊണ്ട് മുളക് പൊടി മസാല എല്ലാം കൂടി ചേർന്ന് അടുക്കി പിടിച്ചിട്ട് ചിക്കൻ കരിയാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 20 മിനിറ്റ് സമയം അടച്ചു വെച്ച് നന്നായിട്ട് ചിക്കൻ വേവിക്കണം. അപ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. തീ അധികം കൂടി പോയിട്ട് വെള്ളമെല്ലാം വറ്റി കരിഞ്ഞു പോകാതെ നോക്കണം. ഗ്യാസിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വേവിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. തീ കൂടിക്കഴിഞ്ഞാൽ ചിക്കൻ മസാല എല്ലാം കൂടി ചേർന്ന് അടുക്കി പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റിച്ച് പൊടി വെച്ച് നന്നായിട്ട് മൂത്ത് കിട്ടുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഇറച്ചി ഏകദേശം നന്നായിട്ട് കോഴിയിറച്ചി നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഇറച്ചി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ പിരിക്കാം. ഗ്യാസിലാണെങ്കിൽ തീ ഓഫ് ചെയ്യുക. വിറകടുപ്പിലാണെങ്കിൽ ഇങ്ങനെ തീ പിരിച്ചെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. നമ്മൾ വറുത്തെടുത്ത കോഴിയിറച്ചി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇറച്ചി വറക്കുന്നതിനിടയ്ക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയും ഇതിനൊപ്പം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. നെയ്ച്ചോറിനൊപ്പം ചേർത്ത് ടേസ്റ്റായിട്ട് കഴിക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് മോനെ?